കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുവാൻ കാരണം, കന്യകയായ മറിയയിലൂടെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്കായി ജനിക്കും എന്ന ഒരു പ്രാവചനികമായിട്ടുള്ള കൽപ്പനയാണ് കർത്താവോടെ അരുളി ചെയ്യുന്നത്. സർപ്പത്തിൻ്റെ തല തകർക്കും, അതായത് സ്ത്രീയെ ഉപായമാർഗേന വഞ്ചിച്ച പിശാചിൻ്റെ തലയെ തകർക്കും എന്ന് പറയുന്നത്. ഇവിടെ പലരും സംശയിക്കുന്നത് പാമ്പിൻ്റെ തല. ഒരു പാമ്പ് വിചാരിച്ചാൽ ഒരു സ്ത്രീയെ വശീകരിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ വചനത്തിന് അകറ്റാൻ കഴിയുമോ? ദൈവ തേജസ്സിൽ വസിച്ചിരുന്ന ആദാമ്യ കുടുംബത്തെ ഒരു പാമ്പ് വിചാരിച്ചാൽ ദൈവത്തിൽ നിന്ന് അകറ്റാൻ മാറ്റുമോ എന്നുള്ള സംശയമൊക്കെ പൊതുവിൽ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടാകാറാണ്. ഈ പാമ്പ് ആരെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടിയായ സാധാരണ പാമ്പല്ല ഇത്. ഈ പാമ്പിനെക്കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം, അതായത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ലൂസിഫർ. ആ ലൂസിഫർ ദൈവത്തിനെതിരെ ചിന്തിച്ചു. അവൻ്റെ സൈന്യവുമായിട്ട് ദൈവം അവനെ ആ സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ടു. ആ സാത്താനെയാണ്, ആ വീണുപോയ ലൂസിഫറിനെയാണ് ഇവിടെ പാമ്പെന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. പാമ്പിൻ്റെ വേഷത്തിൽ അഥവാ പാമ്പിൽ കൂടി പ്രവേശിച്ചു ഹവ്വായെ വഞ്ചിക്കുക ചെയ്തത്. അപ്പോൾ ഈ പാമ്പിനെ ശരിക്കും പറഞ്ഞാൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് സാത്താൻ ആ പാമ്പിലൂടെ പ്രവർത്തിച്ച കാര്യമാണ്. സാത്താൻ ആ അദൃശ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പാമ്പിലൂടെ പ്രവേശിച്ച് ഹവ്വായോട് സംസാരിച്ചു, ഹവ്വായിൽ സംശയം ഉളവാക്കി. അതായത് ആ തോട്ടത്തിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം, നടുവിലുള്ള തോട്ടത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം വാസ്തവമായി തിന്നരെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി അവിടെ കർത്താവിനെതിരായി ഒരു സംശയം കൊണ്ടുവന്ന് പാവം ചെയ്യിപ്പിച്ചതാണ്. ആ പാവം ചെയ്യിച്ച പാമ്പിനോടാണ് ഇവിടെ യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഇപ്പോൾ സ്ത്രീയുടെ സന്തതിയായി പിറന്ന യേശു ക്രിസ്തു ഇവൻ്റെ തല തകർക്കും, ഈ സർപ്പത്തിൻ്റെ തല തകർക്കും എന്നവിടെ പറയുകയുണ്ട്. ഇത് കാൽവരി ക്രൂശിൽ അക്ഷരീയമായി സംഭവിച്ചു. അതായത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ, കർത്താവിൻ്റെ നെറുകം മുതൽ ഉള്ളംകാല് വരെയും ചൊരിയപ്പെട്ട ആ തിരു രക്തത്തിലൂടെയാണ് സാത്താൻ്റെ തല തകരപ്പെടുന്നത്. തല തകരുക എന്ന് പറഞ്ഞാൽ അവിടെ തിരു രക്തം കണ്ടപ്പോൾ തന്നെ പിശാചിൻ്റെ ബുദ്ധിയുടെ ആ പ്രഭാവവും അവൻ്റെ ആ ജ്ഞാനവും അവൻ്റെ ആലോചനയും അവന് ദൈവം കൊടുത്തിരുന്ന ഈ അദൃശ്യ മണ്ഡലത്തിലെ ദൈവീയ ജ്ഞാനമെല്ലാം അവിടെ നിശ്ചലമാക്കപ്പെട്ടു. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ അത് ഫലിക്കുന്നുള്ളൂ, അത് നിവർത്തിക്കപ്പെടുന്നുള്ളൂ. ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആർക്കും തന്നെ യേശു മനുഷ്യൻ്റെ പാപരാശിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കാൻ മാനവകുലത്തിന് പലപ്പോഴും സാധ്യമല്ല. അതെന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി അതങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ്. എന്നാൽ വാസ്തവമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവം തന്നെ മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിലേക്ക് വന്നതാണ് വിശ്വസിച്ച്, ആ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 2:14-15 ഭാഗങ്ങൾ പറയുന്നുണ്ട്, മരണത്തിൻ്റെ അധികാരിയായിരുന്ന സാത്താൻ്റെ തലയെ തകർത്തു എന്നുള്ളത്. ക്രൂശീകരണത്തിലൂടെയാണ് അത് തകരപ്പെടുന്നത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, യഹോവയ്ക്ക് യഹോവയുടെ അഭിഷിക്തന്മാർക്ക് എതിരായി ശത്രു ഉപയോഗിക്കുന്ന ബുദ്ധിയുടെ പ്രമാണം, ജ്ഞാനം, ആലോചന, ബാഹുല്യം, അതായത് ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവഹിതത്തിനും ദൈവത്തിൻ്റെ സൈന്യമായ ഭൂമിയിലെ സൈന്യത്തിനും എതിരെ ഉപയോഗിക്കുന്നതാണ്. അതും അദൃശ്യ മണ്ഡലത്തിൽ സാത്താന്യ സഭ ഉപയോഗിക്കുന്നതിനാണ് കർത്താവ് ദുർബലമാക്കുന്നത്. അത് ദൈവമക്കൾ വാസ്തവമായി ദൈവവചനത്തിൽ വിശ്വസിച്ച് ആ വചനം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം നമുക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന അവൻ്റെ ബുദ്ധിയുടെ പ്രമാണം, ജ്ഞാനവും ആലോചന, ബാഹുല്യം,
അവിടെ തകർന്നു എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ, വിശ്വസിച്ച് പ്രഖ്യാപിക്കുമ്പോൾ, നമുക്കെതിരെ ആത്മമണ്ഡലത്തിൽ ശത്രു കൊണ്ടുവരുന്ന പദ്ധതികൾ തകരപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വിശ്വസിച്ച് അത് നമ്മൾ ഏറ്റു പറയുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ പലപ്പോഴും വിശ്വാസികൾക്ക് അത് ഏറ്റു പറയാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യം, അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ വരവോളം ദൈവസഭയ്ക്ക്, ദൈവജനത്തിന്, കർത്താവിൻ്റെ ശുശ്രൂഷകർക്ക് എല്ലാ കാലത്തും ഈ ശത്രുവിനോട് പോരാട്ടമുണ്ട്. ശത്രുത്വം ദൈവം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കാണ് അതിനോടൊരു പോരാട്ടമുള്ളത്. വാസ്തവത്തിൽ ഇന്ന് വിശ്വാസികൾ പറയുന്നത് പിശാച് നമ്മളോട് പോരാടുന്നു എന്നാണ് പറഞ്ഞത്. പിശാച് പോരാടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കതിനോട് പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ അത് ശക്തമായി നമ്മളോട് പോരാടും. അത് വിശ്വാസികൾ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, വിശ്വാസികൾ ഭയന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് വെറും തന്ത്രമാണ്, അവൻ്റെ ഒരു തന്ത്രമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ, പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന അങ്ങനെയാണ്. അപ്പോൾ അവൻ ഉപയോഗിക്കുന്നത്, ഇന്ന് അവന് ഉപയോഗിക്കാൻ ആയുധവർഗ്ഗങ്ങളില്ല. അതിന് കാരണം കർത്താവ് കാൽവരി ക്രൂശിൽ അവൻ്റെ ആയുധവർഗ്ഗങ്ങളെ അടിയറവെപ്പിച്ചു. പക്ഷേ ഇന്ന് വാസ്തവത്തിൽ അവൻ ഉപയോഗിക്കുന്നത് വെറും തന്ത്രമാണ്. ഈ തന്ത്രം മനസ്സിലാക്കി ആ തന്ത്രത്തോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് കഴിയണം. അപ്പോൾ എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്കൊരു പോരാട്ടമുണ്ട്. വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളോടും അത്ര തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഇതിൻ്റെ തന്ത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, തന്ത്ര സ്വഭാവങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതിനോട് എതിർത്ത് നിൽക്കാനുള്ള ആത്മശക്തി നമുക്ക് ലഭ്യമല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ശക്തി, ദൈവം നമ്മുടെ മേൽ ശക്തി പകർന്നിട്ടല്ലാതെ ഈ ശത്രുവിനോട് ജയം എടുക്കാനും സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നാം ഏറ്റുപറഞ്ഞ് അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്ക് പോരാട്ടമുള്ളത് കൊണ്ടാണ്. നമുക്ക് പോരാട്ടമുള്ള ശക്തികളുടെ സ്വർലോകങ്ങളിലുണ്ട്, ഭൂലോകങ്ങളിലുണ്ട്, അധോലോകങ്ങളിലുണ്ട്. ഈ 3 ലോകത്തും നിന്ന് പ്രവർത്തിക്കുന്ന നമുക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ നമ്മളോട് പോരാടുന്ന ഈ ശക്തിയെ ദൈവാത്മാവിനാൽ നാം തിരിച്ചറിഞ്ഞ് അതിനെ ശാസിച്ച് നാം ജയം എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം നമുക്ക് ആ വിവേചനപരം, നമ്മളോട് എതിർത്ത് നിൽക്കുന്ന ആ ശക്തിയെക്കുറിച്ചുള്ള വിവേചനപരം, അത് നാം തിരിച്ചറിയണം. അത് നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന്, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അങ്ങനെയെങ്കിൽ സാത്താനിയ ശക്തിയെ, സാത്താനിയ സഭയുടെ പ്രവൃത്തികളെ നമുക്ക് അഴിച്ചു മാറ്റാൻ കഴിയും. കർത്താവ് പറഞ്ഞ എന്താ? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ കർത്താവ് കാൽവരി ക്രൂശിൽ, കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അഴിക്കുവാനുള്ള ദൈവശക്തി, ദൈവ സാന്നിധ്യം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറുവാൻ നാം കൽപ്പിക്കുമ്പോൾ അത് അഴിഞ്ഞു മാറും. ഇന്ന് അതിനൊന്നും തയ്യാറാകുന്നില്ല. ആരാധിക്കുമ്പോൾ വിടുതൽ ലഭിക്കും, നിശ്ചയമായിട്ട് വിടുതൽ ലഭിക്കും. എന്നാൽ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ തിരിച്ചറിയാതെ നാം എത്ര ആരാധിച്ചാലും അന്യഭാഷ പറഞ്ഞാലും ആ ശത്രു നമ്മളെ വിട്ടുപോകുന്നില്ല. അത് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണല്ലോ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണമെന്ന് പറയുന്നത്. അപ്പോൾ സാത്താനിയ സൈന്യത്തെ ദൈവശക്തിയാലും പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും നാം കാൽക്കീഴാക്കി മാറ്റണം, നമ്മുടെ കാൽക്കീഴാക്കി മാറ്റണം. റോമർക്ക് എഴുതിയ ലേഖനം 16:20 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴാക്കി വേഗത്തിൽ ചതച്ച് കളയുമെന്ന്. ഇത് ദൈവസഭ, ദൈവത്തിൻ്റെ സഭ ചെയ്യേണ്ട കാര്യമാണ്. യേശു കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്തു. എന്നാൽ അവൻ്റെ സൈന്യത്തെ കാൽക്കീഴാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ സഭയ്ക്കാണ് ഉള്ളത്, ദൈവത്തിൻ്റെ അഭിഷിക്തർക്കാണ് ഉള്ളത്. കർത്താവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും ദൈവം അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം നാം ഉപയോഗിക്കാത്തത് കാരണമാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത്. കർത്താവിൻ്റെ വരവിനുള്ള താമസത്തിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങൾ, ഒരു കാരണം ഇതാ, നാം ഈ ശത്രുവിനെ
ദൈവനാമം വിളിക്കപ്പെട്ട ജനത്തെ ദൈവത്തോട് അടുക്കുവാൻ അനുവദിക്കാതെ സുവിശേഷത്തെ തടുക്കുന്ന, സുവിശേഷ വേലയെ തടുക്കുന്ന, സുവിശേഷ പ്രവർത്തകരെ തടുക്കുന്ന അദൃശ്യ മണ്ഡലത്തിൽ നിൽക്കുന്ന ഈ ശത്രുവിനെ ദൈവത്തിൻ്റെ ജനം വചനത്തിലൂടെ, ദൈവം പകർന്ന അഭിഷേകത്തിലൂടെ, ദൈവശക്തിയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ കാൽ കീഴാക്കി മാറ്റുന്നില്ല. മാറ്റിയാൽ കർത്താവിൻ്റെ വരവ് വേഗത്തിൽ സാധ്യമാകും. കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം കർത്താവിനോട് ചേരുകയും ചെയ്യും. ഈ ഡ്യൂട്ടി സഭ നിവർത്തിച്ചേ മതിയാവും. പ്രാർത്ഥന കൊണ്ട് മാത്രം മാറുന്നതല്ല ഇത്. ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ അധികാരത്തെ ഉപയോഗിക്കണം. മറ്റൊരിടത്ത് പിതാവാം ദൈവം പുത്രനാം ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാർപ്പിടമാക്കുമ്പോൾ നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പോൾ ശത്രു പാർപ്പിടമാകുന്നില്ല. ആഹാത്തിൻ്റെ കാരണം എന്താ? ദൈവമക്കളുടെ കുറവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വേല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ശുശ്രൂഷകൾ നിവർത്തിക്കാത്തതിൻ്റെ കുറവാണ് ശത്രു കാൽക്കിലായി മാറാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കാം. സാത്താനിയ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൻ്റെ ബലത്തെ, ശക്തിയെ ക്ഷയിപ്പിക്കുക ദൈവം പകർന്ന അഭിഷേകത്തെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് അരുളി ചെയ്തതുപോലെ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ധന്യപുത്രനായ കർത്താവായ യേശു കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്തു. അവൻ്റെ ആയുധവർഗ്ഗങ്ങളെ കാൽവരി ക്രൂശ് അടിയുറപ്പിച്ച് പരസ്യ കാഴ്ചയാക്കി മാറ്റി. എന്നാൽ കർത്താവ് കൊടുത്തിരിക്കുന്ന അധികാരം, കർത്താവ് കൊടുത്തിരിക്കുന്ന ദൈവശക്തി, ദൈവീയ അഭിഷേകം, ദൈവ സാന്നിധ്യം ഉപയോഗിച്ച് യേശുപ്പച്ച അങ്ങയുടെ വചനപ്രകാരം ദൈവമേ സ്വോത്രം സമാധാനത്തിൻ്റെ ദൈവമോ സാത്താൻ നിങ്ങളുടെ കാൽക്കിലാക്കി വേഗത്തിൽ ചതച്ച് കളയുമെന്ന് അങ്ങയുടെ വചനം ദൈവസഭയിലൂടെ, ദൈവത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ, കർത്താവിൻ്റെ വല്ല അധ്വാനിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനത്തിലൂടെ നിറവേറേണ്ടതിന് കർത്താവെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ.